Hello friends, welcome back to my channel. It's time to tell the story. The Sound of Magicന്റെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം കുറച്ചുനാൾ കഴിഞ്ഞു, കുറച്ചുനാളല്ല, ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ജോലിയുടേതായ കുറച്ച് തിരക്കിലായിപ്പോയി. അധികം പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് കഥയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ യൂനായി ഇൽദോങ്ങിൽ നിന്ന് കാശ് വാങ്ങുന്ന ഫോട്ടോ സ്കൂളിൽ വൈറലായിട്ട് ടീച്ചർ അവളോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നതായിട്ടാണ്. അവൾ ഒന്നും പറയാതെ നിൽക്കുന്ന കാണുമ്പോൾ ടീച്ചർ നാളെ പേരൻസിനെയും കൂട്ടിയിട്ട് വന്നാൽ മതി എന്ന് പറയാണ്. അപ്പൊ യൂനായിക്കാണെങ്കിൽ അവൾക്ക് ആരുമില്ല, അച്ഛൻ എവിടെയാന്ന് പോലും അറിയില്ല. അമ്മ അവൾ ഉപേക്ഷിച്ചു പോയി. അവൾ എങ്ങനെ അവളുടെ അച്ഛനെ കൊണ്ടുവരാ? അങ്ങനെ അവൾ നേരെ പോകുന്നത് ആ തീം പാർക്കിലേക്കാണ്. അവൾ അവളുടെ അച്ഛനൊരു ലെറ്റർ എഴുതിയിട്ട് ലീവിള് പറഞ്ഞ ആ ഒരു മാജിക് ബോക്സിൽ വെക്കാണ്. എന്നിട്ട് അവൾ പറയും, അന്നാരാ സുമാനാരാ. അപ്പൊ ആ സമയത്ത് ഹാനയും അവളുടെ കൂട്ടുകാരത്തി അങ്ങോട്ടേക്ക് വരികയാണ്. അവള് യൂനായി ആ ലെറ്റർ ആ ബോക്സിൽ വെക്കുന്നത് കണ്ടിട്ട് നീ എന്താ അതിൽ വെച്ചെന്ന് ചോദിച്ചിട്ട് അത് എടുക്കാനായിട്ട് ചെല്ലുകയാണ്. യൂനായി തടയുമ്പോൾ അവള് യൂനായിനെ തള്ളി മാറ്റിയിട്ട് ആ ബോക്സ് തുറന്നു നോക്കും. അപ്പോ അതിലൊന്നും ഉണ്ടാവില്ല. യൂനായി നോക്കുമ്പോൾ അവൾ വെച്ച ആ ലെറ്റർ അതിൽ കാണാനില്ല. അത് അതിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പൊ ഹാന പറയും, ഇതിലൊന്നും ഇല്ലല്ലോ, നീ പിന്നെ എന്തിനാ വെറുതെ ഷോ ഇറക്കിയത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂനായി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. ഹാനയും കൂട്ടുകാരത്തിയാണെങ്കിൽ ലിയോയുടെ റൂമിലേക്ക് കയറിയിട്ട് അവിടെ അയാൾ എന്താ ചെയ്യണേന്ന് അറിയാനായിട്ട് ഒരു ക്യാമറ വെക്കാൻ നോക്കും. അപ്പൊ പെട്ടെന്ന് ലിയോൾ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് ഹാന ആ ക്യാമറ മാറ്റി പിടിക്കുകയാണ്. ലിയോള് നിനക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഹാന പറയും, അന്ന് മാജിക് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് വന്നതാ, ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം കാണാന്ന് പറഞ്ഞ് അവിടുന്ന് തടി തപ്പാൻ നോക്കുമ്പോൾ ലിയോള് അവളവിടെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ കയ്യിൽ എന്താന്ന് ചോദിക്കുകയാണ്. നോക്കുമ്പോ അവിടെ നിന്നെടുത്ത വേറെ എന്തോ സാധനമായിരിക്കും. എന്റെ അനുവാദം ഇല്ലാതെ ഇവിടെയുള്ള ഒന്നിലും തൊടാൻ പാടില്ല, ഇനി ഇവിടുന്ന് അധികം ചുറ്റിത്തിരിയണ്ട, വേഗം ഇവിടുന്ന് പൊയ്ക്കോ. പക്ഷെ ഹാന ആ ക്യാമറ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. അടുത്ത സീനില് ഇൽദോങ് അവന്റെ ട്യൂഷൻ സെന്ററിൽ ഇരുന്ന് ക്ലാസ് ഒന്നും ശ്രദ്ധിക്കാതെ അവൻ പഠിച്ച ഓരോ മാജിക് ട്രിക്സ് ഒക്കെ കാണിച്ചിരിക്കുകയാണ്. അതേസമയം ഇൽദോങ്ങിന്റെ വീട്ടില് അവന്റെ അമ്മയ്ക്ക് അവന്റെ സ്കൂളിൽ നിന്ന് ഒരു കോള് വരികയാണ്. അങ്ങനെ ഇൽദോങ് യൂനായിക്ക് ക്യാഷ് കൊടുത്ത് മാർക്ക് കൂടുതൽ വാങ്ങിയ കാര്യമൊക്കെ അവന്റെ അമ്മ അറിയാണ്. കോള് കട്ട് ചെയ്തിട്ട് അവർ ഇൽദോങ്ങിന്റെ റൂം ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിറയെ ഇൽദോങ് മാജിക് പ്രാക്ടീസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. കട്ട് ചെയ്ത് ഇവിടെ യൂനായി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീടിനകത്തുനിന്ന് അവളുടെ അനിയത്തി പാട്ട് പാടുന്നുണ്ടാവും. യൂനായി അത് കേട്ട് സങ്കടപ്പെട്ട് വീടിന് പുറത്തു തന്നെ ഇരിക്കുമ്പോൾ വേറൊരാളുടെ ശബ്ദം അവളുടെ അനിയത്തിയുടെ അടുത്തുനിന്ന് കേൾക്കുകയാണ്. യൂനായി ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് അവരുടെ അച്ഛനായിരിക്കും. അയാൾ തിരിച്ചു വന്നേക്കാണ്. അന്ന് രാത്രി അവർ ഒരുപാട് സന്തോഷത്തിലായിരിക്കും. അവരെല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നാളെ അച്ഛനോട് സ്കൂളിലേക്ക് ചെല്ലണം എന്നുള്ള കാര്യം അവള് പറയാണ്. കിടക്കുന്നതിന് മുമ്പ് ഇൽദോങ്ങിന്റെ നിന്ന് വാങ്ങിയ കാശെല്ലാം ഒരു കവറിലാക്കിയിട്ട് അവള് വെക്കുകയാണ്, നാളെ തിരിച്ചു കൊടുക്കാനായിട്ട്. പിറ്റേന്ന് രാവിലെ യൂനായുടെ അനിയത്തി വന്ന് അവളെ എണീപ്പിച്ചിട്ട് പറയും, അച്ഛനെ കാണാനില്ല, അച്ഛൻ പോയിന്നാ തോന്നണത്. യൂനായി വേഗം അവളുടെ ബാഗ് തപ്പി നോക്കുമ്പോൾ അവൾ എടുത്തു വെച്ച ആ കാശ് കാണാനുണ്ടാവില്ല. അയാള് ആ കാശ് കൊടുത്തോണ്ട് രാത്രിക്ക് രാത്രി സ്ഥലം വിട്ടു. സ്കൂളിൽ ചെല്ലുമ്പോൾ യൂനായുടെ ടീച്ചർ അവളെ ചോദ്യം ചെയ്യാണ്. അച്ഛനെ കൊണ്ട് വന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്, നീ എന്തായാലും ഇൽദോങ്ങിനെ നിന്ന് വാങ്ങിച്ച ആ കാശെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. അവളെപ്പോഴും അച്ഛൻ ആ കാശ് എടുത്തുകൊണ്ട് പോയ സങ്കടത്തിലായിരിക്കും. ഒരു നിവൃത്തിയില്ലാതെ ആവുമ്പോൾ പൊട്ടിത്തെറിച്ച് അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. എക്സാമിന് മാർക്ക് കുറച്ച് വാങ്ങിച്ചാനാണ് ഇൽദോങ് അവൾക്ക് കാശ് തന്നെന്നുള്ള കാര്യമല്ല. ടീച്ചറും ഇത് കേട്ട് ഷോക്കാവുകയാണ്. അന്ന് രാത്രി സ്കൂൾ വിട്ട് അവള് തിരിച്ചെത്തുമ്പോൾ അവളുടെ അച്ഛൻ അവളെ വിളിച്ചിട്ട് പൈസ എടുത്തോണ്ട് പോയതിന് ക്ഷമ ചോദിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ പൈസ തിരിച്ചു തരാമെന്നും പറയാണ്. യൂനായിക്ക് പെട്ടെന്ന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അച്ഛനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അവൾക്ക് കാശ് പോയാലും വിഷമം അവരെ തനിച്ചാക്കി പോയാലാണ്. അച്ഛൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സമാധാനിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള സമാധാനോടെ കളഞ്ഞിട്ടാണ് അയാൾ പോയേക്കണത്. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ എന്തോ ഒരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഇൽദോങ്ങിന് നല്ല സ്റ്റുഡന്റിനുള്ള അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടീനെ പൈസ കൊടുത്ത് സഹായിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. സംഭവം എന്താന്ന് വെച്ചാൽ യൂനായിക്ക് കാശ് കൊടുക്കുന്ന ഫോട്ടോ സ്കൂളിലെ എല്ലാ കുട്ടികളും കണ്ടിരുന്നല്ലോ. ഈ ടീച്ചർക്ക് മനസ്സിലായി ഇൽദോങ്ങിന്റെ ഭാഗത്താ തെറ്റെന്ന്. ടീച്ചർ അത് ഇൽദോങ്ങിന്റെ പേരൻസിനെ അറിയിച്ചപ്പോൾ അവര് വലിയ പൈസക്കാരാണല്ലോ, സമൂഹത്തിൽ ഉയർന്ന നിലയിൽ കഴിയുന്നവരാണ്. ഈ ഇൽദോങ്ങിന്റെ പേരൻസ്, അതായത് അവന്റെ അമ്മ, ഈ ക്ലാസ് ടീച്ചറും അവന്റെ പേരൻസും കൂടെ കളിച്ച കളിയാണിത്. അവന്റെ ഭാഗത്തുള്ള തെറ്റ് മറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ആക്കി തീർത്തത്. ചില പിള്ളേരൊക്കെ അവളെ കളിയാക്കി ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങും. യൂനായി എല്ലാ സത്യം ആ സാറിനോട് തുറന്നു പറഞ്ഞാണ്. പക്ഷെ അയാളെല്ലാം മാറ്റിമറിച്ച് അത് ഇങ്ങനെയാക്കി തീർത്തു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇൽദോങ് അവളോട് സംസാരിക്കാനായിട്ട് വരും. യൂനായി അവനോട് നല്ല ദേഷ്യത്തിലായിരിക്കും. ഇൽദോങ് പറയും, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല, നീ എല്ലാരോടും എല്ലാ സത്യം തുറന്നു പറഞ്ഞോ? അപ്പൊ യൂനായി പറയും, ഞാൻ എല്ലാം പറഞ്ഞതാണ്, എന്നിട്ട് നടന്നത് എന്താന്ന് കണ്ടില്ലേ, കാശുള്ളവർക്ക് എന്തു വേണമെങ്കിലും ആവാലോ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് അവള് നേരെ ചെല്ലുന്നത് ആ തീം പാർക്കിലേക്കാണ്. അവിടെ ലിയോൾ അവളെ നോക്കി നിൽക്കുന്നുണ്ടാവും. ലിയോൾ അവളോട് മാജിക് പഠിക്കാൻ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ യൂനായി പറയും, ഞാനിനി മാജിക് ക്ലാസ്സിന് വരുന്നില്ല. അപ്പൊ ലിയോൾ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ
യൂനായി പറയും എനിക്കിനിയും കൂടുതൽ സമയം വർക്ക് ചെയ്യണം, കാരണം അവൾക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ്. എന്നിട്ട് യൂനായി പറയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നോട്ടേക്ക് ആക്കി തരാൻ പറ്റുമോ. അപ്പൊ ലിയൂള് മാജിക് കാണിക്കുന്ന പോലെ അവളെ പറ്റിക്കാണ്. അവിടെ ഒന്നും സംഭവിക്കില്ല. യൂനായി പോവാൻ നേരത്ത് ലിയൂള് അവൻ മാജിക് പഠിച്ചിരുന്ന സമയത്തെ കാർഡ്സ് അവൾക്ക് കൊടുക്കുകയാണ്. അത് അവള് വാങ്ങുമ്പോ ലിയൂളുടെ ഷർട്ടില് ചോര അയക്കുന്നത് കാണും. യൂനായി ലിയൂളിനോട് എന്ത് പറ്റിയതാന്ന് ചോദിക്കുമ്പോ ലിയൂള് പെട്ടെന്ന് ഒന്നുമില്ലാന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ ഇൽദുങ് വീട്ടിലെത്തുമ്പോൾ അവന്റെ മാജിക് എക്യുപ്മെന്റ്സ് എല്ലാം അവന്റെ അമ്മ കളയാനായിട്ട് ഒരു കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇൽദുങ് അതെല്ലാം കളഞ്ഞോളാന്ന് തന്നെ പറയണ്. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുമ്പോ അവന്റെ അമ്മ പറയും നീ എന്തിനിങ്ങനെ ചൂടാവുന്നേ, ഈ സാധനങ്ങളെല്ലാം കളയുന്നതിനാണോ അതോ യൂനായിക്ക് വേണ്ടിയിട്ടാണോ. ഇൽദുങ്ങിനൊപ്പം മനസ്സിലാവുകയാണ് അവന്റെ അമ്മയാണ് ടീച്ചറിനെ കൊണ്ട് അതെല്ലാം ചെയ്യിച്ചതെന്ന്. അവൻ അവരോട് പറയും ഞാൻ ഇത്ര നാളും ജീവിച്ചത് അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പോലെയാണ്, എന്റെ ആഗ്രഹം പോലെ ഞാൻ ഇന്നേ വരെ ജീവിച്ചിട്ടില്ല, ഒരിക്കലെങ്കിലും ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കണ്ടേ. ഇതും പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ഹാന ലിയൂളുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അവള് വെച്ച ആ ക്യാമറ എടുക്കാനായിട്ട്. അപ്പോ നമ്മുടെ പാരറ്റിനെ അവള് പേടിപ്പിക്കാൻ നോക്കിയാണ്. പക്ഷെ അവൾക്കത് സംസാരിക്കുന്നുള്ള കാര്യം അറിയില്ല. നമ്മുടെ പാരറ്റ് കള്ളൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ് ഒച്ചെടുക്കുമ്പോ ഹാന മിണ്ടാതെ നിൽക്കുന്ന കുറെ തവണ പറയും. എന്നിട്ടും നമ്മുടെ പാരറ്റ് ഒച്ചെടുത്തോണ്ടിരിക്കുമ്പോ അവള് പേടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. കട്ട് ചെയ്ത് യൂനായി അനീത്തിക്ക് കഴിക്കാനായിട്ട് നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുമ്പോ അനീത്തിനെ അവിടെ കാണില്ല. യൂനായി ഇന്നലെ അവൾ അച്ഛനോട് പറഞ്ഞതെല്ലാം അനീത്തി കേട്ടു എന്ന് വിചാരിക്കുകയാണ്. കട്ട് ചെയ്ത് ഇൽദുങ് അവൻ എന്തോ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് എക്സാമിന് മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കട്ട് ചെയ്ത് ഇവിടെ യൂനായി അവളുടെ അനീത്തിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇൽദുങ് പെട്ടെന്ന് അവനിപ്പോ ജീവിച്ചു പോകുന്ന രീതി ശരിയല്ല എന്ന് തോന്നിയിട്ട് ആകെ പ്രാന്ത് പിടിച്ച് എക്സാം പേപ്പറെല്ലാം ചുരുട്ടി എറിഞ്ഞിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. യൂനായി ആണെങ്കിൽ അവളുടെ അനീത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളാകെ ടെൻഷൻ അടിച്ചിട്ട് എല്ലാ ബസ് സ്റ്റോപ്പിലും കടകളിലെല്ലാം അനീത്തിനെ കണ്ടോന്ന് ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് അടക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അവൾക്കൊരു കോള് വരികയാണ്. അത് യൂനായുടെ അനീത്തിയുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയായിരിക്കും. അവര് പറയും അനീത്തി ഇന്ന് എന്റെ മോളുടെ കൂടെ വീട്ടിലേക്ക് വന്നിരുന്നു, അവര് ഡിന്നർ കഴിച്ചു കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ട് വിടാന്നാ വിചാരിച്ചത്, പക്ഷെ അപ്പോഴേക്കും അവര് രണ്ടാളും ഉറങ്ങിപ്പോയി, നാളെ രാവിലെ അനീത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ യൂനായ്ക്ക് സമാധാനാവും. അവൾ ഇത്രയും നേരം ഒരുപാട് വിഷമിച്ചു. അവിടുന്ന് കട്ട് ചെയ്ത് ഹാനനെ കാണിക്കുകയാണ്. അവള് ലിയൂളുടെ അവിടെ നിന്ന് എടുത്ത ആ ക്യാമറ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് അതിൽ റെക്കോർഡായിട്ടുള്ള ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാണ്. അവൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഞെട്ടിത്തരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ അത് എന്താന്ന് കാണിക്കില്ല. ഇവിടെ യൂനായി വീണ്ടും ആ തീം പാർക്കിലേക്ക് വന്നിട്ട് ലിയൂളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂനായി പറയും ഇപ്പൊ ഞാൻ അച്ഛനും അമ്മയെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അനീത്തിനെ കാണാതായിപ്പോ നിങ്ങൾ പറഞ്ഞ ആ മാജിക് വേർഡ്സ് ആണ് ഞാൻ മനസ്സിൽ ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ലിയൂള് നിനക്ക് ആ സ്ഥലത്തേക്ക് പോകണമെന്ന് ചോദിക്കുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചാല് ലിയൂള് യൂനയുടെ കുട്ടിക്കാലത്തേക്ക് മാജിക്കിലൂടെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറില്ലേ, അങ്ങനെ ഒരു കടലാസം കൊണ്ട് ഒരു വിമാനം ഉണ്ടാക്കിയിട്ട് ലിയൂള് പറപ്പിച്ചു വിടുകയാണ്. ആ വിമാനം ചെന്ന് വീഴുന്നത് യൂനയുടെ കുട്ടിക്കാലത്തിലേക്കായിരിക്കും. അവള് നോക്കുമ്പോ കുട്ടിയായിട്ടുള്ള യൂനായി അവളുടെ അമ്മേനെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടാവും. ഇവള് ചെന്നിട്ട് കുട്ടി യൂനായിനോട് ചോദിക്കും നീ നിന്റെ അമ്മേനെ കാത്ത് നിൽക്കാണല്ലേ. അപ്പൊ അവള് പറയും അല്ല അങ്ങനെയൊന്നല്ല. അപ്പൊ യൂനായി പറയും അമ്മ നിന്നെ ബർത്ത്ഡേക്ക് ബീച്ചിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ കുട്ടി യൂനായി പറയും ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം. അപ്പൊ അവള് പറയും അതെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം. എന്നിട്ട് അവളുടെ കഴുത്തിലുള്ള ഒരു ശംഖ് ചെവിടിനോട് ചേർത്ത് വെച്ചിട്ട് കണ്ണടയ്ക്കാൻ പറയും. കണ്ണ് തുറക്കുമ്പോ അവര് രണ്ടുപേരും ഒരു ബീച്ചിലായിരിക്കും. അവിടെ അവർ രണ്ടുപേരും പാട്ടൊക്കെ പാടി ഓടിക്കളിച്ച് കുട്ടി യൂനായിനെ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ്. പോവാൻ നേരത്ത് അവള് പറയും ഞാനും നിന്നെ പോലെ തന്നെയാണ്, ഞാനും അമ്മയെ കാത്തിരിക്കുകയാണ്, നമ്മളെ ജീവിതത്തിൽ എല്ലാം നേരിടണം, നല്ല ധൈര്യമായിട്ട് തന്നെ ജീവിക്കണം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആ വിമാനം തിരിച്ച് പ്രസന്റിലേക്ക് വരെയാണ്. അപ്പോൾ ഇവിടെ യൂനായി ആകെ അത്ഭുതപ്പെട്ട് നിൽക്കായിരിക്കും. എന്നിട്ട് അവള് ലിയൂളിനോട് പറയും നിങ്ങൾ ശരിക്കും ആരാ. അപ്പൊ നമ്മുടെ ലിയൂള് പറയും ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനൊരു മാന്ത്രികനാണെന്ന്. അങ്ങനെ അവള് വീണ്ടും മാജിക് പഠിക്കാനായിട്ട് തുടങ്ങിയാണ്. പിറ്റേന്ന് യൂനായി ഒരു ബോളൊക്കെ പിടിച്ചിട്ട് മാജിക് പ്രാക്ടീസ് ചെയ്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പോലീസുകാരൻ അവളെ തടഞ്ഞിട്ട് ഒരു CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കുകയാണ്. അതിലുള്ള ആളെ അറിയോന്ന് ചോദിച്ചിട്ട് യൂനായി നോക്കുമ്പോൾ അത് നമ്മുടെ ലിയൂളായിരിക്കും. അവള് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും ഇയാളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടാണ്. യൂനായി അപ്പോ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. യൂനയുടെ മനസ്സിൽ പിന്നെയും ആശങ്കകൾ വരികയാണ്. പോലീസുകാർ എന്തിനാ ലിയൂളിനെ അന്വേഷിക്കണേന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിലെത്തുമ്പോൾ യൂനായുടെ മിൽദുങ്ങിന്റെ അടുത്തേക്ക് ഹാന വന്നിട്ട് പറയും നിങ്ങൾക്ക് ആ മെജീഷ്യനെ വലിയ വിശ്വാസമല്ലേ, പക്ഷെ അയാളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നറിയോ. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം എനിക്കറിയാം. നിങ്ങൾക്കിത് വിശ്വാസമാണെങ്കിൽ ഈ പെൻഡ്രൈവിൽ എന്താ ഉള്ളതെന്ന് കണ്ടു നോക്ക്. അത് അവൾ വെച്ച ആ ക്യാമറയിൽ പെട്ട വീഡിയോ ആണ്. സ്കൂള് കഴിയുമ്പോൾ ഇൽദുങ്ങും യൂനായും കൂടെ ആ പെൻഡ്രൈവിലുള്ള വീഡിയോ ചെക്ക് ചെയ്യാണ്. ആ വീഡിയോ കാണുമ്പോൾ അവര് രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. അതെന്താന്ന് വെച്ചാല് ആ വീഡിയോയില് ലിയൂൾ ആരെയോ കൊല്ലുന്നതാണ്. ലിയൂൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവർക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് കാണിച്ചിട്ട് 4ാമത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. 5ാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. അതുവരേക്കും അന്നാര സുമാനാര.